ഇത് APJ അബ്ദുൽ കലാം സാറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വാക്കുകളുണ്ട്. ഒരുപാട് പേര് ഇവിടെ നടക്കാറുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ നടക്കുന്നുണ്ട്. അത് വൈകിട്ടത്തെ ജോഗിങ് അതിന് അവിടെ നമുക്ക് കാണാൻ പറ്റും. സൈക്കിൾ കയറ്റാൻ പാടില്ലെന്നാണ്. സൈക്കിൾ നമ്മൾ അവിടെ വെച്ചിരിക്കുകയാണ്. അവിടെ ലൈറ്റ് ഇവിടെ തന്നെ. അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നറിയില്ല. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ് നമ്മുടെ റൈഡിങ്ങിൻ്റെ ഇടയിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇഷ്ടംപോലെ വേസ്റ്റുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോ മുട്ടിനും ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു വേസ്റ്റ് ബിന്നുണ്ട്, ഇവിടെ ഒരു 2 വേസ്റ്റ് ബിന്നുണ്ട്. അത് വേസ്റ്റ് ബിന്നല്ല എന്നുള്ളത് അഗ്രി. 2 വേസ്റ്റ് ബിന്നാണ്. നോൺ ബയോഡിഗ്രേഡബിൾ അങ്ങനെ വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. ഓരോ 50 മീറ്ററിന് ഗ്യാപ്പിലും വെച്ചിട്ടുണ്ട്. 50 ഒരു 30 മീറ്റർ ഗ്യാപ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കുറവാണ് ഇവിടെ വേസ്റ്റ്. നമ്മൾ ഇത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വേസ്റ്റ് ബിൻ ഇല്ലാത്തതും ഒരു പ്രോബ്ലം തന്നെയാണ് നമ്മുടെ നാട്ടിൽ. വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ ആളുകൾ അതിനകത്ത് തന്നെ യൂസ് ചെയ്യുള്ളൂ. ഒരുമാതിരിപ്പെട്ടവരൊക്കെ അതിനകത്ത് തന്നെ യൂസ് ചെയ്തിടും. എന്താ പറയുക, ഈ വേസ്റ്റുകളൊക്കെ അതിനകത്ത് തന്നെ ഇടും. ഇതുപോലെയൊക്കെ നമ്മൾ ഇങ്ങനെ ബ്രാൻഡഡ് വസ്ത്രങ്ങളൊക്കെ നടക്കുന്നുണ്ടാകുമല്ലോ. അങ്ങനെയൊക്കെ നടന്നിട്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ഈ പറഞ്ഞ പോലെ കുപ്പത്തൊട്ടിയിലേക്കാണ്, അല്ലെങ്കിൽ തുപ്പക്കോളാമ്പി. ഇതാണ് പ്രശ്നം. അപ്പം നമുക്ക് പറയാമെന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ എന്താ പറയുക, സമൂഹത്തിലെല്ലാവരും ഉന്നതരെന്ന് നടിച്ച് നടക്കുന്ന ഒരുപാട് പേര് എന്താ പറയുക, സമൂഹത്തിൽ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നടിക്കുന്നതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എൻജിനീയേഴ്സ് ആയിക്കോട്ടെ, പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, മറ്റ് മേഖലകളിലുള്ള പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, ഇവരൊക്കെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആരായിരുന്നാലും അവരെല്ലാവരും യൂസ് ചെയ്യുന്ന പബ്ലിക് പ്ലേസാണ് ഈ പറയുന്ന കുപ്പത്തൊട്ടി ആക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലുണ്ടോ? എന്നിട്ട് ആരും ഒന്നും മിണ്ടണില്ല, ഒരാളൊന്നും പറയണില്ല, ഇതിനെക്കുറിച്ച് ആരും പ്രതികരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവർ ഈ കുപ്പത്തൊട്ടിയിൽ ജീവിക്കാൻ ഉറപ്പിച്ച കഴിഞ്ഞ പോലെയാണ് സത്യത്തിൽ. എല്ലാവരും മനസ്സ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പരമാവധി അവനവൻ്റെ, ഞങ്ങൾ പറഞ്ഞില്ല, ഇത് ഓൾറെഡി ഇത്തരം വേസ്റ്റുകൾ കൊണ്ടുവന്നിരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഹോംലെസ് പീപ്പിളാണ് കൂടുതലും വേസ്റ്റ് കൊണ്ടുവന്ന് റോഡുകളിലേക്കൊക്കെ വലിച്ചെറിയുന്നത്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് പലരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവർ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കവറിൽ ആണ് ഭക്ഷണം കഴിക്കുന്നത്. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കൊണ്ടിരുന്ന ഭക്ഷണമാണ്. അവരെന്ത് ചെയ്യാൻ, പ്ലാസ്റ്റിക് കവർ റോഡ് സൈഡിലേക്ക് ഇട്ടു. സെയിം, അത്രേ ഉള്ളൂ. ഹോംലെസ് പീപ്പിളാണ്, അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവർ വേസ്റ്റ് ബിന്നും അന്വേഷിച്ച് നടക്കാൻ പോണില്ല, അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് അവർ റോഡ് സൈഡിൽ ഇട്ടിട്ട് പോകും, വിക്ഷേപിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ, എന്നിട്ട് നമ്മൾ പറയുന്നു ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവർ കുറേയൊക്കെ ഭേദപ്പെടുത്തുന്നുണ്ട്. പിന്നെ നേരത്തെ കണ്ട പോലെ ഈ ഫാൻ ചവച്ച് തുപ്പിയിടുക, ഇതൊക്കെ മെയിനാണ് ഇവിടെ. ഫാനൊക്കെ ചവച്ച് തുപ്പിയിടുന്നു, വഴി നീളെ എന്താ പറയുക, തുപ്പി നശിപ്പിച്ചിട്ടേക്കുക നോക്കണ്ട. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു സ്പേസിലൊക്കെ എന്നാലും ഉണ്ട്, വേസ്റ്റ് ഉണ്ട് ഓൾറെഡി. ഇത്രയും വേസ്റ്റ് ബിന്നോട് ഉണ്ടായിട്ട് പോലും വേസ്റ്റ് ഇഷ്ടംപോലെ ഉണ്ട്. വേസ്റ്റ് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കാനായിട്ട് അവർ നോക്കുകയാണ്. നമ്മുടെ ബ്ലോഗാണെന്ന് മനസ്സിലായി. ഇവിടെ ധാരാളം ചെറുപ്പക്കാരും. ഇപ്പോൾ ലൈറ്റ് ഈ ഭാഗത്തിനാകൊണ്ടുണ്ട്, പക്ഷെ കിട്ടണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു എയർഫോഴ്സിൻ്റെ ഒരു വിമാനം അവിടെ നിന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എയർഫോഴ്സ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് മക്വേലാണ്. അവിടെ ഒരു എയർഫോഴ്സിൻ്റെ വിമാനമാണ് പോകുന്നത് കേട്ടോ.
അവിടുന്ന് കൊച്ചിന്ന് കൊണ്ടുവരുന്നു. ഡോണിയറാണോ ശബ്ദം കേട്ടിട്ട്? ഡോണിയർ വിമാനം ശബ്ദം കേട്ടോ? ചെറിയ വിമാനം. ഒരു പൂച്ച. ഞാനങ്ങനെ വിളിച്ച് കേട്ട് ശീലില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്കിന് എന്താ പറയുക, അപ്പോൾ അവർ വേസ്റ്റ് ബിന്നിലാണ് യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചില്ല കേട്ടോ. സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ പോലും ചുമ്മാ ഇതിലേ നടക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, അഭിമാനക്കുറവും അവർക്കില്ല സത്യത്തിൽ. എന്തോ അവരുടെ കാര്യം എന്നുള്ള മട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അവർ മാറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ പോകുന്നത് ഈ കുപ്പത്തൊട്ടിയിലൂടെ. വീണ്ടും വീണ്ടും പറയുകയാണ്, അവരാരും പ്രതികരിക്കുന്നില്ല, ഒന്നിനെയും കുറിച്ചും പ്രതികരിക്കുന്നില്ല. എല്ലാവരും അവരുടെ കാര്യം എന്നുള്ള മട്ടിൽ ഇപ്പോൾ ഇതിലേക്കാൾ ഫാസ്റ്റായിട്ട് നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടും സംരക്ഷിക്കണ്ടേ? ആരോഗ്യം മാത്രം സംരക്ഷിക്കുക, അവനവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? എല്ലാവരും അവനവൻ്റെ നാടും കൂടി നോക്കണം. അതാണ് അതിൻ്റെ ഒരു അതല്ലേ വേണ്ട. എല്ലാവരും ഒത്തൊരുമയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൃത്യമായ സൊല്യൂഷൻ അവിടെ വരും. അല്ലാതെ ചുമ്മാ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് വരുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളോട് നമുക്കൊന്നും പറയാനില്ല. നിങ്ങളും കുപ്പത്തൊട്ടിയിൽ തന്നെ ജീവിക്കണം. നിങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അല്ലെങ്കിൽ വലിയ വാഹനങ്ങളെല്ലാം വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ്. വലിയ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടും വലിയ എന്താ പറയുക ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടൊന്നും നിങ്ങൾ സമൂഹത്തിൽ ഉന്നതരാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഉന്നതരാകാൻ പോകുന്നില്ല. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് സിറ്റികളിൽ, ഒരുപക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ ഇല്ല കേട്ടോ, വളരെ കുറവാണ്. നമ്മൾ സഞ്ചരിച്ചിടത്തോളം നമുക്ക് മനസ്സിലായി ഗ്രാമപ്രദേശങ്ങളിൽ ഈ പറഞ്ഞ വേസ്റ്റൊക്കെ വളരെ കുറവാണ്. സിറ്റികൾ കേന്ദ്രീകരിച്ച് ഇഷ്ടം പോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാളിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ വേണമെങ്കിൽ നമുക്ക് ചിരി വരും. സത്യം പറഞ്ഞു, മാളിൽ വലിയ ഉടുത്തൊരുങ്ങി എന്താ പറയുക ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരും. ഒരു കാര്യമില്ല സത്യത്തിൽ. എന്നിട്ട് നമ്മൾ മാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് നമ്മൾ തന്നെയായിട്ട് ഇത് കൊണ്ടുവന്നിടുന്നത്. ഒരിക്കലും പുറമേ നിന്ന് ഒരാളില്ല, വേണ്ടി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ തന്നെയാണ് ഈ പബ്ലിക് പ്ലേസിൽ തുപ്പുന്നത്. അതൊരിക്കലും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അതവർ ആസ്വദിക്കാൻ വരുന്നതാണ്, അത്ര ഉള്ളൂ. അല്ലാതെ അത് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് സമൂഹത്തിൽ ഉന്നതരെന്ന് വിചാരിക്കുന്ന ആളുകളൊന്നും ഈ വക പരിപാടിക്ക് മുതിരാറില്ല. മനസ്സിലാവുണ്ടോ? ഉന്നതർ. പക്ഷേ പുള്ളി ഇപ്പോൾ അവിടെ കപ്പലിൻ്റെ കഴിക്കുന്ന കൂട്ടത്തിൽ പുള്ളി അതിൻ്റെ പേപ്പർ ചുരുട്ടി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. വേസ്റ്റ് ബിന്നാന്ന് എഴുതിയിട്ടാണ് പുള്ളി അതിനകത്ത് ഇട്ടത്. പക്ഷേ അത് വേസ്റ്റ് ബിന്നാണോ എന്ന് നമുക്കറിയില്ല. പുള്ളി അതിനകത്തേക്ക് ചുരുട്ടിയാണ് ഇട്ടത്, അല്ലാതെ പബ്ലിക്കായിട്ട് ഇട്ടില്ല. ഓക്കെ, പുള്ളി വേസ്റ്റ് ബിന്നാന്ന് എഴുതിയിട്ട് അതിനകത്തേക്ക് ഇട്ടത്. വേസ്റ്റ് ബിൻ ഇതാണ്, ഈ ഭാഗത്താണ് വേസ്റ്റ് ബിന്നുള്ളത്. പക്ഷെ പുള്ളി അത് അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നില്ല. പുള്ളി ആയിരിക്കണോടത്ത് കണ്ടപ്പോൾ പുള്ളി അതിനകത്തേക്ക് അങ്ങ് ഇട്ട്. ആ പേപ്പറാണ്, ന്യൂസ് പേപ്പർ, എന്ത് തന്നെ ആയാലും പുള്ളി പബ്ലിക്കിലേക്ക് ഇട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ അതിൽ യൂസ് ചെയ്യാറും സാധ്യതയുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വെച്ച് കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ നോർത്ത് പാലത്തിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നവരോട് നമുക്ക് എന്ത് പറയാനോ, വേസ്റ്റ് ബിൻ ഇല്ല എന്ന് പറയാനോ, അല്ലെങ്കിൽ ഹോംലെസ് പീപ്പിൾ അത്ര പറയാനുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭിക്ഷക്കാർ, വഴിയിലരിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, ഈ പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക കൊണ്ടുപോയിടുന്ന ആളുകളുടെ സ്വഭാവമുള്ള ആളുകൾ അത്രേ ഉള്ളൂ. ഇവരെപ്പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു ജോഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജോഗിങ് കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. ജോഗ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ പരിസരം കൂടി ഒന്ന് നോക്കണം. നമ്മൾ ആ ജോഗ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് മാത്രം അർത്ഥമില്ല. നമ്മുടെ പരിസരം കൂടി നമ്മൾ കറക്റ്റ് ചെയ്ത് വീക്ഷിച്ച് അവിടെ എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ നമ്മളത് സമൂഹത്തിന് അറിയിച്ച്, ആരും പറയുന്നില്ല, ഒരാൾ പോലും ഉണ്ടെന്നില്ല, എല്ലാവരും എന്താ പറയുക സ്വന്തം കാര്യം ചിന്താവാന്ന് പറഞ്ഞു പോകുന്ന ഒരു സിസ്റ്റമാണ്. അല്ലാതെ
എന്താ പറയുക, സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം എന്താ പറയുക ഒരു പ്രവണത അത് മൈൻഡ് ചെയ്യാൻ ആർക്കും. ഒരുപക്ഷെ ഇവരൊക്കെ എ സി വാഹനത്തിലിരുന്ന് എ സി വീട്ടിൽ നിന്ന് എ സി ആയിട്ട് എന്താ പറയുക എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന വീട്ടിൽ നിന്ന് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന കാറിൽ കയറി റോഡിലൂടെ സഞ്ചരിച്ച് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന സിനിമാ തിയേറ്ററിലോ മാളിലോ ഹോട്ടലിലോ കയറി ചെന്ന് അത്തരം കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ഇവിടെ ഈ ജോലി ചെയ്യുന്ന ആളുകൾ. അവർക്ക് ഇതിന് ബാധകമല്ല എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ വിദേശീയർ നമ്മൾ പുച്ഛിക്കും, അതാണ് പ്രശ്നം. അവരൊരിക്കലും ഇത്തരം സ്ഥലത്തേക്ക് വരില്ല, അതൊന്നും മനസ്സിലാക്കി വരില്ല. അവരൊരിക്കലും എ സി റൂമിൽ ഇരിക്കാനോ എ സി തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണാനോ എ സി മാളിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നല്ല വരുന്നത്. നമ്മുടെ നാട് ആസ്വദിക്കാനും നാട് കാണാനുമാണ്. അവർ വരുമ്പോൾ കാണുന്നത് മുഴുവൻ ഈ വേസ്റ്റാണ്, മനസ്സിലാവുണ്ടോ? എന്നിട്ട് അവരവിടെ ചെന്ന് പറയും ഇന്ത്യ ഒരു സ്ഥലം മോശമാണ്. ഇപ്പോൾ പുള്ളിയുണ്ട്, പുള്ളി വലിയ ബ്രാൻഡഡ് ഇതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്, ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ കാര്യം? ഒരു കാര്യമില്ല. അത്രേ ഉള്ളൂ. പുള്ളി ഇപ്പോൾ വന്നിരിക്കുന്ന കാറിലായിരിക്കും, എന്നിട്ട് ഇവിടെ നടക്കുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും അർത്ഥമില്ല സത്യത്തിൽ. അപ്പം നമ്മൾ ഇതെന്തുകൊണ്ടാണ് ആരൊന്നും പറയാത്തതെന്നറിയില്ല. സിനിമകളിലൊക്കെ വലിയ പൗരുഷത്തിൻ്റെ പ്രതീകമായിട്ട് പറയുന്ന ആളുകളൊക്കെ റിയൽ ലൈഫിൽ വരുമ്പോൾ പൂച്ചകളാണ്. അല്ല, സിനിമ തിയേറ്ററിൽ പല ഓപ്പറേഷൻ കാണിക്കും. സിനിമയിൽ പല എന്താ തിരക്കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഡയറക്ടർ പറയുന്നതനുസരിച്ച് അഭിനയിച്ച് കാശ് മേടിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. ഇവരുന്ന ആരാധകരായിട്ട് കാണേണ്ട ആവശ്യമില്ലാന്ന് നമ്മൾ പറയുള്ളൂ. കാര്യം എന്താ വെച്ചാൽ അവർ പണം അവരെ തൊഴിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർ സിനിമയിൽ ഇത്രയും പൗരുഷമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ വരുന്ന എന്തുകൊണ്ട് അവർ പറയുന്നില്ല? പരസ്യാർത്ഥമല്ലാതെ ഇത് പറഞ്ഞു. ചുമ്മാ പരസ്യം പോലെ പറയരുത്. പരസ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പണം വാങ്ങിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് കീഴിലുള്ള കാര്യങ്ങളിലൊക്കെ പറയുന്ന ഒരു സംഗതി മാത്രമേ അതിനകത്തുള്ളൂ. പരസ്യം ആണെന്നുണ്ടെങ്കിൽ എടാ ആരെ തപ്പി വരുന്നുള്ള അടുത്താണ് കൂടി വരുന്നുണ്ട്. അമ്മമാരാരോ നല്ല ഭക്ഷണം കിട്ടണ്ടോ അമ്മമാർക്ക് കേട്ടോ. അമ്മമാരോ തപ്പി വന്നൊക്കെ ഉണ്ടോ? അവിടെ നിന്ന് ആരോ ഓടിച്ചിട്ടാന്ന് തോന്നുന്നത്. പൂച്ച ഞാനെടുത്തോണ്ടിരിക്കണെന്ന് പറയണേ. ആ പൂച്ചേനുണ്ടോ? പൂച്ച അതിൻ്റെ മുകളിൽ കയറി, ആ മരത്തിൻ്റെ മുകളിൽ കയറി. അവനാണ് തപ്പിയെന്ന് തോന്നേ. മണം പിടിച്ച അവന്മാർ പോകുന്നുണ്ട് അല്ലേ. ആ പൂച്ച അതിൻ്റെ മുകളിൽ കയറിയുണ്ട്, ആ മരത്തിൻ്റെ മുകളിൽ ഇരിപ്പുണ്ടേ. അവന്മാർ അവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരി അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ടെന്ന് തോന്നാൻ ഉണ്ടോ? അതിൻ്റെ മുകളിൽ ഇരിപ്പുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ദേശീയർ നമ്മളെ പുച്ഛിക്കുന്നതിന് പ്രധാന കാരണമൊക്കെ തന്നെ, അല്ലാതെ വേറെ റീസണൊന്നും ഇല്ല ഇതിനകത്ത്. മനസ്സിലാണോ? അവർ വന്ന് കാണുമ്പോൾ നമ്മുടെ നാട് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഏറ്റവും മോശമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഏറ്റവും മോശമായിട്ട് ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റ് പ്ലേസുകളാണ്. അപ്പോൾ അതാ ആ പുള്ളിക്കാരി ഇപ്പോൾ അവിടെ നിന്ന് പോയതാണ്. നമ്മളെടുത്ത് അവരെടുക്കുകയാണെന്ന് ചോദിച്ച് ആ പുള്ളിക്കാരി ഉണ്ടായിരുന്ന വേസ്റ്റ്, അവർ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നത്. അവർ ഫുഡ് ഡോഗിന് കൊടുത്തിട്ട് ആ വേസ്റ്റ് അവിടെ ബിന്നിലിട്ടു. ഉണ്ടോ? അങ്ങനെയുള്ള ആളുകളുണ്ട്. നല്ല ഗുഡ് തിങ്. ഇപ്പോൾ ആ ഡോഗിന് കൊടുക്കുന്നുണ്ട് കേട്ടോ, അവർ കൊടുക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ഡോഗിന് കൊടുക്കാനുള്ളത് കൊടുത്തു, ബാക്കിയുള്ളത് അവർ തിന്നു കഴിഞ്ഞപ്പോൾ ആ പ്ലാസ്റ്റിക് കവർ എടുത്ത് അവിടെ ഒരു വേസ്റ്റ് ബിന്നുണ്ട് സ്റ്റീലിൻ്റെ, അതിനകത്തിട്ടിട്ട് അവർ പോണേ. ഉണ്ടോ? ഗുഡ് ജോബ്. അതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മൾ. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് ഇത്ര ആളുകൾ വന്നിട്ട് ഈ എന്താ പറയുക ഇത്തരം നല്ല രീതിയിൽ എന്താ പറയുക നമ്മുടെ നാടിനെ നല്ല രീതിയിൽ കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവരും പെട്ടുപോയാണ് സത്യത്തിൽ അല്ലേ. അതായത് ഇപ്പോൾ വിദേശികൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കാണുമ്പോൾ
ഇവർ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ പോലും അവരെയും കൂടി മോശക്കാരാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഒരു 50% ഉള്ളൂ, ബാക്കി 50% ആളുകൾ പക്ക ഡീസൻ്റാണ്. അപ്പോൾ ആ പെൺകുട്ടിയൊക്കെ ഉണ്ട്, അവരൊക്കെ ബ്രാൻഡഡ് വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഗംഭീരമായിട്ടാണ് പോകുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് ഇവിടെ ഓക്കെ അബ്ദുൽ കലാം ഇതായതുകൊണ്ട് എന്നാൽ പോലും അവിടെയൊക്കെ വേസ്റ്റ് കിടപ്പുണ്ട്. നമുക്കത് കാണാം, ഇതുണ്ടോ വേസ്റ്റ് അവിടെയൊക്കെ കിടപ്പുണ്ട്, അവിടെയുണ്ട്, ഇവിടെയൊക്കെ കിടപ്പുണ്ട്, ഇതിൻ്റെ അകത്തൊക്കെ വേസ്റ്റ് കിടപ്പുണ്ട് അല്ല. അപ്പോൾ ഈ വേസ്റ്റ് ഇടയിൽ കൂടി പോകുന്ന ഇവരെ നമ്മളെന്താ വിളിച്ചിട്ട് ഇപ്പത്തൊട്ടി കൂടി പോകുന്ന ആളുകൾ, അത്ര നമുക്ക് പറയാനുള്ളൂ. ആരും പ്രതികരിക്കുന്നില്ല, അതാണ്, ആരും ശ്രദ്ധിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ സമൂഹത്തിലെ ഉന്നതന്മാരെന്ന് നടിക്കുന്നവർ പോലും ഞങ്ങളാണ് ഉന്നതർ ഒരു വലിയ ഇമ്പാല കാരണമൊന്നും പോയോണ്ടൊന്നും അർത്ഥമില്ല സത്യത്തിൽ. മനസ്സിലാവുന്നത് കാര്യം ഈ പറഞ്ഞ പോലെയാണ്. സിവിക് സെൻസ് ഇല്ലാത്ത ഒരു സമൂഹം ഓൾറെഡി ഇന്ത്യയിലുണ്ട്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. ഓട്ടോമാറ്റിക്കലി അവരുടെ കൂട്ടത്തിൽ നമ്മളെന്നാ പറയാൻ പറ്റില്ല, കുറേ പേര്. ഞാൻ ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയില്ല. ഒരു 50% അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് ഞാൻ ഉൾപ്പെടണമെങ്കിൽ ഉൾപ്പെടാം, അത്രേ ഉള്ളൂ. 50% കുഴപ്പമില്ല, 50% മോശം. അതിലേത് വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതൊന്നും നോക്കേണ്ട വ്ളോഗാണെന്ന് മനസ്സിലായി. നമ്മുടെ വ്ളോഗ് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായാൽ ചിലപ്പോൾ നമുക്കിപ്പോൾ തന്നെ അടി കിട്ടും. ആ രീതിയിലാണ് നമ്മുടെ സംഭാഷണങ്ങൾ. എല്ലാവരെയും മോശക്കാരാക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 2020 ഒരു വീഡിയോയിൽ കുഞ്ഞമ്മണിയും പറയുന്നുണ്ട്, തോട്ടിൽ അവിടെ വേസ്റ്റ് പ്ലാസ്റ്റിക് ഇല്ല, വൃത്തിയാണ്. ഞങ്ങൾ വർഷങ്ങൾ മുമ്പേ ഒരു 10-30 വർഷം അല്ലെങ്കിൽ 25 വർഷം എങ്ങനെ മുമ്പേ ഞങ്ങളിത് പറയുമായിരുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഞങ്ങൾ ഒരിക്കലും ഇടാറില്ല കേട്ടോ. ഒരു 97 ഞങ്ങൾ മൂന്നാർ പോയൊരു വീഡിയോ ഉണ്ട്. 97 സിസ്റ്ററും ഫാമിലിയൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. അന്ന് ഞങ്ങൾ അവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി. ആ ഭക്ഷണം വാങ്ങിയെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ ഭക്ഷണം വാങ്ങി. അവർ സ്ഥിരമായിട്ട് അവിടെ ഒന്ന് നോക്കണ്ടല്ലോ, പുല്ല് വെച്ചിട്ട് നമുക്ക് തോന്നണമുണ്ട്. ചിലപ്പോൾ അവിടെ പൂച്ചക്കുഞ്ഞ് എന്തെങ്കിലും കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം. അവർ ചെയ്യണ്ട, അവിടെ എന്തോ ചെയ്യണ്ട്. അപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ, പോകുമ്പോൾ നോക്കാം. അപ്പം സോറി. അപ്പോൾ 97 ശരിയാണ് എൻ്റെ സാധനം. അന്ന് നമ്മുടെ പാൽപ്പാറയല്ല, സോറി, കാന്തല്ലൂർ ഭാഗത്തുണ്ട്. അവിടെ ഒരു പാറയുടെ അവിടെ സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ പാറകളുണ്ട്. മുനിപ്പാറയ്ക്കുള്ള ഭാഗം തന്നെയാണ്, മുനിപ്പാറയുടെ ഭാഗത്തല്ല, അതിൻ്റെ ഇപ്പുറത്താണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് നേരെ അവിടെ പോയി ആ പാറയുടെ മുകളിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ അന്ന് ഭക്ഷണം പാക്ക് ചെയ്ത് തന്നിരുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കവറിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിൽ കഴിച്ച ഭക്ഷണം നമ്മൾ പുറത്ത് ഇടാതെ നമ്മൾ ശേഖരിച്ച് വിടാം. 97 ആലോചിക്കുന്നുണ്ടോ? അപ്പോൾ എത്ര വർഷമായി? 30 വർഷമാകാൻ പോകുന്നല്ലേ ആ കാലത്ത്. അന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ കുഴപ്പമില്ല, അതവിടെ ഇട്ടേക്ക്, കുഴപ്പമില്ല, ആ നാട്ടുകാരൻ തന്നെയാണ്, അവിടെ ഇട്ടേക്ക് എന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചില്ല. ഞാനും കുഞ്ഞമ്മണിയും അത് സെപ്പറേറ്റ് ഒരു കവറിലാക്കി നേരെ വീട്ടിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്തു. 97 ആരും പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ പ്രകൃതിനെ വളരെയധികം സ്നേഹിക്കുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി അന്ന് മുതലേ ഇതിനെതിരാണ്. പ്ലാസ്റ്റിക് പബ്ലിക് പ്ലേസിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ യൂസ് ചെയ്യുന്നതിന് ഞങ്ങളെതിരാണ്. അത് നേരത്തെ ഞങ്ങൾ പറയാൻ കേട്ടോ. അതുപോലെ പബ്ലിക് പ്ലേസിൽ തുപ്പിയിടുക, ഇതിനൊക്കെ എതിരെ. അപ്പോൾ നമ്മൾ പബ്ലിക് പ്ലേസ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപക്ഷെ തുപ്പിയിട്ടിട്ടുണ്ടാവണം, ഇപ്പോൾ ഉണങ്ങിപ്പോയതായിരിക്കാം. കൊച്ചു കുട്ടികളടക്കം നടന്നു പോകുന്ന വഴിയാണത്, അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളടക്കം നടന്നു പോകുന്ന വഴിയാണിതൊക്കെ. അവർ പോലും എന്താ പറയുക, ചവിട്ടി നടക്കുന്ന വഴിയിൽ തുപ്പിയിടാനൊന്നും മടിയില്ലാത്ത ആളുകൾ. നമ്മളെന്താ പറയുന്നത്,
അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വിദേശത്തുള്ളവർ കണ്ടു കഴിയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ആ ഒരു ഇത്, അത് നമ്മൾ ഈ പറഞ്ഞത് യാത്ര ചെയ്യുമ്പോൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റും കണ്ണോടിക്കുമ്പോൾ കാണുന്ന നല്ല പ്രദേശങ്ങൾ, നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ പ്രദേശമാണ്. ഓട്ടോമാറ്റിക്കലി പഴയ കവികൾ പാടിയിരുന്നത് എന്താ, നമ്മൾ എന്താ പറയുക, ഒരു പാട്ടുണ്ടല്ലോ, സ്വർഗം താണിറങ്ങി വന്നതോ അല്ലേ, പെട്ടെന്നൊരു ക്ലൗഡായി, നമ്മൾ ക്ലൗഡല്ല, സോറി, ക്രൗഡ്